പ്രവാസികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് യുഎഇയിലെ വിദ്യാലയങ്ങളിൽ വേനലവധിക്ക് തുടക്കമാകുന്നതോടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരക്കുകളിലേക്ക് നീങ്ങുകയാണ്. ഔദ്യോഗികമായി ജൂലൈ 3-നാണ് സ്കൂളുകൾ അടയ്ക്കുന്നതെങ്കിലും ജൂലൈ 2 മുതൽ തന്നെ വിമാനത്താവള ടെർമിനലുകളിൽ യാത്രക്കാരുടെ അഭൂതപൂർവമായ പ്രവാഹം ആരംഭിച്ചു കഴിഞ്ഞു. വർഷത്തിലൊരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ നീണ്ട അവധിക്കാലം സ്വന്തം നാട്ടിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസി മലയാളി കുടുംബങ്ങളും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും ഒത്തുചേരുന്നതോടെ ദുബായ് വിമാനത്താവളം ഒരു വലിയ മനുഷ്യ സംഗമ വേദിയായി മാറിയിരിക്കുകയാണ്. കേവലം ഒരു യാത്രാ തിരക്ക് എന്നതിനപ്പുറം ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സാമ്പത്തിക സാംസ്കാരിക ചലനങ്ങളിലൊന്നായി ഈ അവധിക്കാല യാത്രകൾ മാറാറുണ്ട്. ഈ വർഷത്തെ ജൂലൈ ആദ്യ പകുതിയിൽ മാത്രം ഏകദേശം 30 ലക്ഷത്തോളം യാത്രക്കാരാണ് ദുബായ് വിമാനത്താവളം വഴി കടന്നുപോകാൻ ഒരുങ്ങുന്നത്. വരും ദിവസങ്ങളിൽ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം സ്ഥിരമായി 2 ലക്ഷത്തിന് മുകളിലായിരിക്കുമെന്നാണ് അധികൃതർ കണക്കാക്കുന്നത്. ഈ അവധിക്കാലത്തെ ഏറ്റവും തിരക്കേറിയ ദിനമായി പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ജൂലൈ 12-ാം തീയതിയാണ്. അന്നു മാത്രം 2,20,000-ലധികം ആളുകൾ ഈ വ്യോമപാത ഉപയോഗിക്കുമെന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ വലിയ ജനപ്രവാഹത്തിൽ പകുതിയോളം പേരും ദുബായോ എമിറേറ്റ്സോ സന്ദർശിക്കാൻ വരുന്നവരല്ല, മറിച്ച് ദുബായെ ഒരു കണക്റ്റിംഗ് ഹബ്ബായി ഉപയോഗിക്കുന്ന ട്രാൻസിറ്റ് യാത്രക്കാരാണ് എന്നതാണ്. ഇത് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ആഗോള വ്യോമയാന ശൃംഖലയിൽ ദുബായ്ക്കുള്ള തന്ത്രപ്രധാനമായ സ്ഥാനത്തെ ഒരിക്കൽ കൂടി അടിവരയിട്ടുറപ്പിക്കുന്നുണ്ട്. ഈ അസാധാരണ തിരക്ക് മുൻകൂട്ടി കണ്ട് ദുബായ് എയർപോർട്ട് അതോറിറ്റിയും എമിറേറ്റ്സ് എയർലൈൻസും മറ്റനുബന്ധ പങ്കാളികളും ചേർന്ന് വിപുലമായ 1D XB സന്നദ്ധതാ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും താമസമോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക യാത്രാ നിർദ്ദേശങ്ങളും എയർലൈനുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിമാനം പുറപ്പെടുന്നതിന് ചുരുങ്ങിയത് 3 മണിക്കൂർ മുൻപെങ്കിലും വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്നും സാധ്യമാകുന്നവർ ഓൺലൈൻ ചെക്ക് ഇൻ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ കുടുംബങ്ങൾക്ക് പാസ്പോർട്ട് കൺട്രോൾ വേഗത്തിലാക്കാൻ സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ലഗേജ് പരിശോധനകളിൽ നിന്നുമുണ്ടാകുന്ന താമസം ഒഴിവാക്കാൻ പവർ ബാങ്കുകളും സ്പെയർ ബാറ്ററികളും ചെക്ക് ഇൻ ബാഗുകളിൽ വെക്കാതെ ഹാൻഡ് ലഗേജുകളിൽ മാത്രം സൂക്ഷിക്കണമെന്ന കർശന നിർദ്ദേശവും അധികൃതർ നൽകുന്നുണ്ട്. തിരക്കൊഴിവാക്കാൻ മെട്രോ സർവീസുകൾ ഉപയോഗിക്കുന്നത് റോഡ് ഗതാഗത കുരുക്കിൽ പെടാതിരിക്കാൻ സഹായിക്കും. യാത്രക്കാരുടെ കാത്തിരിപ്പ് സമയം വിരസമാകാതിരിക്കാൻ വിമാനത്താവളത്തിനുള്ളിൽ വിനോദ പരിപാടികളും സവിശേഷമായ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ടെർമിനൽ 3-ലെ കോൺകോഴ്സ് ബിയിൽ ഒരുക്കിയിരിക്കുന്ന ദുബായ് ഇൻ ദ ഹാർട്ട് എന്ന ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ഇൻസ്റ്റലേഷൻ ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. യാത്രക്കാർക്ക് ഇവിടെ തങ്ങളുടെ സെൽഫികൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. യുഎഇ ദേശീയ പതാകയുടെ നിറങ്ങളിൽ ഒരുങ്ങുന്ന ഒരു വലിയ ഡിജിറ്റൽ മൊസൈക്ക് ചിത്രത്തിന്റെ ഭാഗമായി ഈ ചിത്രങ്ങൾ മാറും. കൂടാതെ ദുബായോടുള്ള തങ്ങളുടെ സ്നേഹവും പ്രവാസ അനുഭവങ്ങളും കൈപ്പടയിൽ എഴുതി വെക്കാനുള്ള പ്രത്യേക മെസ്സേജ് വോളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ പങ്കാളികളാകുന്ന യാത്രക്കാർക്ക് വിമാനത്താവളത്തിനുള്ളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ പ്രത്യേക ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും ലഭിക്കുമെന്നത് യാത്രാ ക്ഷീണത്തിനിടയിലും പ്രവാസികൾക്ക് ഒരൽപ്പം സന്തോഷം നൽകുന്ന കാര്യമാണ്. കൃത്യമായ ആസൂത്രണത്തോടെയും നിർദ്ദേശങ്ങൾ പാലിച്ചും യാത്ര ചെയ്താൽ ഈ വലിയ തിരക്കിലും സുരക്ഷിതമായി നാട്ടിലെത്താൻ ഏവർക്കും സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.